തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് ബസ് കയറി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തീർച്ചയായും പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടർ വെടിച്ചു മാറ്റിയപ്പോഴാണ് ഈ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്, റോഡിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത് തന്നെയാണ് പ്രതിപക്ഷവും അതുപോലെ ബി.ജെ.പി. നേതൃത്വവും റോഡ് ഉപരോധിച്ച സമരക്കാർ പറയുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോർപ്പറേഷനും മേയർക്കുമാണ്. മേയർക്കെതിരെ കേസെടുക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലും അതുപോലെ ബി.ജെ.പി. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. കൗൺസിലർമാർ ഉൾപ്പെടെ ഈ അപകടം നടന്ന തൃശൂർ MG റോഡ് കോട്ടപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. റോഡ് ഉപരോധിച്ചടക്കമുള്ള പ്രതിഷേധമായിരുന്നു നടത്തിയത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന് ഉണ്ടായിരുന്നു. റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. ഇവരുടെ പ്രതിഷേധം മൂലം വലിയ രീതിയിലുള്ള വാഹന കുരുക്കാണ് ഈ MG റോഡിൽ മുഴുവൻ ഉണ്ടായത്. എന്നിരുന്നാൽ കൂടിയും പോലീസ് എത്തി, വലിയ പോലീസ് സന്നാഹം എത്തി ഒരുവിധ പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്തിപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇപ്പോഴും 2-3 പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ബലപ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ സംഭവ സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. അതുപോലെ തന്നെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനെ ഉൾപ്പെടെയുള്ളവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റി. ഇനി 2-3 പേർ മാത്രമാണ് റോഡിൽ ബാക്കിയുള്ളത്. ഒരു പ്രതിഷേധം മൂലം വലിയ ഗതാഗതക്കുരുക്കാണ്. സ്വരാജ് റൗണ്ട് മുതൽ MG റോഡ് പടിഞ്ഞാറക്കോട്ട ജംഗ്ഷൻ വരെ ഇരുഭാഗത്തു നിന്നും വലിയ ബസ് ഉൾപ്പെടെ സ്വകാര്യ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ആവശ്യം ന്യായമാണെന്ന് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം റോഡിലെ ആ കുഴിയിൽ വീഴാതിരിക്കാനാണ് സ്കൂട്ടർ വെട്ടിച്ചതും ബസ്സിനടിയിലേക്ക് വീണതും യുവാവ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ 7:45 ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. അമ്മയോടൊപ്പം യാത്ര ചെയ്തിരിക്കുകയായിരുന്നു യുവാവ്. കൊങ്ങുന്ന സ്വദേശി വിഷ്ണു. 30 വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണുത്താണ് ഇത്തരത്തിൽ റോഡിലെ കുഴി മൂലം അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത്. വിഷ്ണുത്തിന്റെ അമ്മ പത്മിനി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിന് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് തൃശൂർ സിറ്റി പോലീസ് ഉള്ളത്. അനീഷ് ആന്റണി, അതുപോലെ തന്നെ ഈ ഒരു അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്ന് പറയുന്നുണ്ട്. നിലവിൽ അമ്മയുടെ ഒരു നില എങ്ങനെയാണ്? ഗുരുതരമായി തന്നെയാണോ പരിക്കേറ്റിരിക്കുന്നത്? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമ്മയുടെ പരിക്ക് സാരമുള്ളത് എന്ന് തന്നെയാണ്, ഗുരുതര പരിക്ക് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ അപകടം നടന്ന ഉടൻ ബസ്സിനടിയിലേക്ക് വീണത് മകനാണ്. അമ്മ മറുവശത്തേക്ക് വീഴുകയായിരുന്നു. ബസ്സിനടിയിലേക്ക് വീണ വിഷ്ണുദത്തിന്റെ ദേഹത്തൂടെ ബസ് കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ചെറിയൊരു കുഴിയാണെങ്കിൽ പോലും ഒരു സ്കൂട്ടർ പോലുള്ള ഒരു വാഹനം ആ കുഴിയിൽ വീണാൽ വലിയ അപകടം തന്നെ സംഭവിക്കും. ആ അപകടം ഒഴിവാക്കാനായിട്ടാണ് ഈ വിഷ്ണുദത്തെ സ്കൂട്ടർ വെട്ടിച്ചു മാറ്റിയത്. പക്ഷേ വെട്ടിച്ചതോടുകൂടി മറുവശത്തു കൂടെ വന്നിരുന്ന ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു ഉണ്ടായത്. ബസ്സിന്റെ മുൻചക്രം ദേഹത്തൂടെ കയറിയിറങ്ങിയെന്നത് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിഷ്ണുദത്ത് മരണപ്പെട്ടു. അമ്മയ്ക്ക് സാരമായി പരിക്കുണ്ടെന്നാണ് ലഭിക്കുന്ന ഒരു അമ്മ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. ഈ ഒരു ബസ് കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി സ്കൂട്ടർ വെട്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് ഈ എതിരെ വന്ന ബസ്സിന്റെ അടിയിൽ അകപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ബസ് അതിവേഗതയിലായിരുന്നു വന്നിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആള് വീഴുന്നത് കാണാതെ ഈ ബസ് കയറി ഇറങ്ങുകയായിരുന്നു? എന്തായിരുന്നു ആ ഒരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബീച്ച് പ്രദേശത്തുള്ള കടയിലെ ആളുകളാണ് ഈ അപകടം ആദ്യം കണ്ടത്. ആ സമയത്ത് ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഈ ബസ്സിനടിയിലേക്ക് യുവാവ് വീണത് കണ്ടിരുന്നില്ല. പിന്നെ അതിവേഗതയിൽ പോകാൻ പാകത്തിലുള്ള ഒരു റോഡല്ല തൃശൂർ MG റോഡ്. കാരണം വലിയ ഗതാഗതക്കുറിപ്പുള്ള വലിയ തിക്കും തിരക്കുമുള്ള ഒരു റോഡാണ് MG റോഡ് എന്ന് പറയുന്നത്. വർഷങ്ങളിലേക്ക് പോയതിനു ശേഷം അനീഷ് ആന്റണിയിലേക്ക് മടങ്ങിയെത്താം. ഓടുകളെല്ലാം
ഷന്നിലേക്ക് തന്നെ മടങ്ങിയെത്താം. മനീഷ്, ഈ ഒരു പ്രതിഷേധക്കാരെ വലിച്ചിഴച്ചുകൊണ്ട് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് തന്നെ ഒരാൾ കുഴഞ്ഞു വീഴുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റാരുമല്ല, തൃശൂർ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട രാജൻ ജെ പല്ലനാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ റോഡിൽ നിന്ന് മാറണം, വലിയ ഗതാഗത കുരുക്കാണെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അത് മാറാൻ സമരക്കാർ തയ്യാറായില്ല. അതിനുശേഷമാണ് വലിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. എന്തായാലും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ എല്ലാം മാറ്റി ഇപ്പോൾ റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, ഗതാഗത കുരുക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരെയും, സമരക്കാരെല്ലാവരെയും, BJP പ്രവർത്തകരെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും കൗൺസിലർമാരെയും ഒക്കെ ഇപ്പോൾ റോഡിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചു. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിൽ ഒരു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു നടപടിയിലേക്കൊക്കെ എത്തിയത്. സ്വമേധയാ അവർ മാറാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ബലപ്രയോഗത്തിലൂടെ എന്തായാലും ഇവരെ അപ്പോൾ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദീപ്തി, തീർച്ചയായും മനീഷ്, ഇതൊരു പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇനിയൊരു ജീവൻ റോഡിൽ പൊലിയാൻ പാടില്ല എന്ന് അധികൃതരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ. ഈ ഒരു കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്താണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അധികൃതർ എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ മേയറാണ് ഇതിന്റെ അധികൃതരായി വരുന്ന ആള്. അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചില്ല. കാരണം അല്പം മുമ്പാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അരങ്ങേറിയതും ഇപ്പോൾ പ്രതിഷേധക്കാരെ റോഡിൽ നിന്നും എല്ലാം മാറ്റിയത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കോർപ്പറേഷന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണമൊക്കെ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ചെറിയ കുഴി ആണ് ഈ റോഡിൽ ഉള്ളത്. ആ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെച്ചിട്ടുള്ളതാണ് ഇത്തരത്തിൽ വലിയൊരു ദാരുണമായ
അപകടമുണ്ടായത്. യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. പ്രതിപക്ഷവും അതുപോലെ BJP പറയുന്നത് നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളെ കൊല്ലി കുഴികളുണ്ട്. ഈ കുഴികൾ കൃത്യമായി കോർപ്പറേഷൻ ഇടപെട്ട് അടയ്ക്കുന്നില്ല, ടാറിംഗ് കൃത്യമായി നടത്തുന്നില്ല എന്നതാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ഉത്തരവാദിയായിട്ടുള്ള ഏക വ്യക്തി മേയറാണ്. മേയറെ ഇതിൽ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. അത് എത്ര കണ്ട് നടക്കുമെന്നതിൽ എന്നിരുന്നാൽ കൂടി വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായത്. ഈ ഒരു മണിക്കൂറോളമായി MG റോഡ് വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് BJP കോൺഗ്രസ് കൗൺസിലർമാർ ഉൾപ്പെടെ നടത്തിയത്. എന്നാൽ ഈ പ്രതിഷേധത്തിൽ കോർപ്പറേഷൻ അധികൃതരെ കണ്ണു തുറക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പൊതുജനങ്ങളും നാട്ടുകാരും ഒക്കെ ഉള്ളത്. നിലവിൽ പ്രദേശത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചോ? ഈ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും ഗതാഗത തടസ്സം അവിടെ നേരിടുന്നുണ്ടോ? ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. ഗതാഗതം നേരത്തെയുള്ള വലിയ ബ്ലോക്ക് കുരുക്ക് അഴിയാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും പ്രതിഷേധക്കാരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞ് റോഡിൽ കുത്തിയിരുന്ന വിഭാഗം നേതാക്കളെയും കൗൺസിലർമാരെയും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിനെ BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിനെ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് പൂർണ്ണമായും മാറ്റി. പക്ഷേ ഗതാഗതം പഴയ പോലെ സുഗമമാണെങ്കിൽ ഒരുപക്ഷെ സമയമെടുക്കും. കാരണം MG റോഡ് സ്വരാജ് റൗണ്ട് മുതൽ പടിഞ്ഞാറ കോട്ട വരെ ഇരുവശങ്ങളിലും വലിയ രീതിയിൽ ഗതാഗതത്തിലാണ് പ്രതിഷേധം മൂലമുണ്ടായത്. എന്തായാലും ആ കുരുക്ക് കഴിയണമെങ്കിൽ അല്പം കൂടി സമയമെടുക്കും. അങ്ങനെ പ്രതിഷേധക്കാരെ മുഴുവൻ റോഡിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ ഒരു റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി സ്കൂട്ടർ വെട്ടിച്ചതിലാണ് ഒരു യുവാവിന് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അനീഷ്, ഈ ഒരു പ്രതിഷേധക്കാരെ BJPയും കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് റോഡിൽ ഉപരോധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ഒരു കാര്യത്തിൽ ഇതിനൊരു നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. അവരെ അടക്കം ഈ ബലം പ്രയോഗിച്ച് തന്നെയാണ് ഈ പോലീസുകാർ മാറ്റിയിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താണോ നീക്കിയത്, അല്ലെങ്കിൽ അവരെ നിലവിൽ ഈ ഒരു പ്രദേശത്ത് നിന്നും മാറ്റുക മാത്രമാണോ ചെയ്തിരിക്കുന്നത്? അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തിരിക്കുന്നത് BP. കാരണം അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ തന്നെയാണ് ഇവരെ കയറ്റി കൊണ്ടുപോയിട്ടുള്ളത്. ഒരുപക്ഷെ ചെറിയ എന്തെങ്കിലും കേസെടുത്ത് ജാമ്യത്തിൽ വിടുമായിരിക്കും. ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും മറ്റുമൊക്കെയായി എന്തായാലും അറസ്റ്റ് ചെയ്ത് നീക്കുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ BJP ജില്ലാ അധ്യക്ഷൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാർ, അതുപോലെ തന്നെ മറുവശത്ത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാജീവ് പല്ലൻ ഉൾപ്പെടെ ലാലി ജെയിംസ് കൗൺസിലർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കൗൺസിലർമാർ ഉൾപ്പെടെ ഇരുവിഭാഗവും ഉണ്ടായിരുന്നു. ഇരുവിഭാഗവും അടുത്ത് തന്നെയാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇതോടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വലിയ ഗതാഗത കുരുക്കുണ്ടായത്. എന്തായാലും പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് BP. ഈ മരിച്ച യുവാവിന്റെ മൃതദേഹം നിലവിൽ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക, ഇപ്പൊ മൃതദേഹം മോർച്ചറിയിലാണോ? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മരിച്ച പൂങ്കുന്ന സ്വദേശി വിഷ്ണുദത്ത്, 30 വയസ്സുള്ള വിഷ്ണുദത്തിന്റെ മൃതദേഹം ഈ അപകടം നടന്ന സ്ഥലത്തു നിന്ന് നാട്ടുകാർ, അപകടം കണ്ടുനിന്ന നാട്ടുകാർ ഓടിക്കൂടി ആംബുലൻസ് വിളിച്ചാണ് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ എത്തിക്കുമ്പോൾ തന്നെ വിഷ്ണുദത്ത് മരിച്ചിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. കാരണം ബസിന്റെ മുൻചക്രങ്ങൾ ദേഹത്തുകൂടെ കയറി ഇറങ്ങി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിഷ്ണുദത്ത് മരിച്ചു. ഏതായാലും മൃതദേഹം നിലവിൽ തൃശൂർ മെഡിക്കൽ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ നടത്തേണ്ടതുണ്ട്. നിയമ നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ആയിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഈ ഒരു പ്രദേശത്ത് ഒരു ചെറിയ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു ചെറിയൊരു കുഴിയിലാണ്. പക്ഷേ ആ ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി സ്കൂട്ടർ വെട്ടിച്ചതിന്റെ സമയത്താണ് ഈ ഒരു യുവാവ് മരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുന്നേ ഈ സ്ഥലത്ത് സമാന രീതിയിലുള്ള അപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ അടുത്ത കാലത്ത്. മാത്രമല്ല ഈ പ്രദേശത്ത് വലിയ കുഴികളൊന്നും തന്നെയില്ല. പക്ഷെ ഉള്ളത് ചെറിയ കുഴിയാണെങ്കിലും അല്പം ആഴമുള്ള കുഴിയാണ്. ആ കുഴിയിൽ സ്കൂട്ടർ പോലുള്ള ചെറിയ ചക്രമുള്ള ഒരു വാഹനം ആ കുഴിയിലേക്ക് വീണാൽ ഉറപ്പായും ആ വാഹനം മറ്റു വാഹനങ്ങളുടെ അടിയിലേക്ക്, ബസ്സിനുൾപ്പെടെ വലിയ വാഹനങ്ങളുടെ അടിയിലേക്ക് മറിയും. സ്വാഭാവികമായ അപകടമുണ്ടാവും. അത് ഒഴിവാക്കാനാണ് വിഷ്ണുദത്ത് എന്ന ചെറുപ്പക്കാരൻ ആ കുഴി വീഴാതെ സ്കൂട്ടർ വെട്ടിച്ചതോടുകൂടി നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. വിഷ്ണുദത്ത് നേരെ ബസ്സിന് അടിയിലേക്ക് വീണു. ബസ്സിന്റെ മുൻചക്രം കയറി ഇറങ്ങിയാണ് ഈ വിഷ്ണുദത്തിന് ദാരുണമായ മരണം സംഭവിച്ചത്. തൃശ്ശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച്
സ്കൂട്ടർ മറിഞ്ഞ യുവാവ് ബസ് കയറിയാണ് മരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് BJP പ്രവർത്തകർ. അനീഷ്, ഈ ഒരു കാര്യത്തിൽ ഈ കോർപ്പറേഷനെതിരെ മാത്രം ആണോ ഈ പ്രതിഷേധം, അല്ലെങ്കിൽ ഈ ഒരു റോഡിന്റെ ഒരു അപാകതയാണ്, അല്ലെങ്കിൽ റോഡ് പണിതതിന്റെ ഈ ഒരു അപാകത, ഈ റോഡിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണോ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? നിർമ്മാണത്തിൽ അപാകതയല്ല, കൃത്യമായി റോഡിൽ ഉണ്ടാകുന്ന കുഴികൾ കോർപ്പറേഷൻ ഇടപെട്ട് യഥാസമയങ്ങളിൽ അടച്ച് റോഡ് നന്നാക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. റോഡിൽ മറ്റ് അപാകതകളൊന്നും ഈ പ്രദേശത്ത്, ഈ അപകടം നടന്ന പ്രദേശത്ത് ഉള്ള റോഡിൽ, MG റോഡിൽ മറ്റ് വലിയ കുഴികളൊന്നും തന്നെ നിലവിലില്ല. ഈ ഒരു കുഴിയാണ് ഈ പ്രദേശത്ത് ആകെ ഉള്ളത്. ഈ കുഴിയിലാണ് യുവാവ് വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ച് ബസിനടിയിലേക്ക് വീണ് മരണപ്പെട്ടത്. എന്തായാലും ഈ മരണത്തിന്റെ ഉത്തരവാദി ഈ കോർപ്പറേഷനാണ്, മേയറാണ്. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, മേയർ അറസ്റ്റ് ചെയ്യണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ സമരക്കാർ ഇത്രയും നേരം ഉന്നയിച്ചിരുന്നത്. തൃശൂർ MG റോഡിലെ അപകട സ്ഥലത്ത് കോൺഗ്രസ് BJP പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാജൻ K. പല്ലന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. റോഡിലിരുന്നായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ വാഹനത്തിൽ കയറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ഒരു മേയർക്കെതിരെ തന്നെ, കോർപ്പറേഷൻ മേയർക്കെതിരെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ഇനിയും പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഈ പ്രവർത്തകരുടെ തീരുമാനം. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അനീഷ്? ഈ ഒരു ഉപരോധ സമരം കൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം അവസാനിക്കാനുള്ള സാധ്യത കാണാനില്ല. കാരണം ഇനി അടുത്ത ദിവസങ്ങളിൽ കൗൺസിൽ ഉണ്ടാകും, കൗൺസിലിലും ഈ വിഷയം ഉന്നയിക്കും. കൗൺസിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളവർ ഇനി അതിനുശേഷം അവരെ വിട്ടയച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ MG റോഡിലെ ഗതാഗത കുരുക്ക് മാറിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ മുഴുവൻ കോൺഗ്രസ് BJP പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ, കൗൺസിലർമാരെ ഉൾപ്പെടെ ജില്ലാ അധ്യക്ഷൻ, BJPയുടെ ജില്ലാ അധ്യക്ഷൻ ജെറ്റി ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. തൽസ്ഥിതിയിൽ ഇപ്പോൾ അതാണ്. ഇനി ഇത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധങ്ങളോ കോർപ്പറേഷനിലേക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധ സാധ്യതകളൊന്നും നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകളെല്ലാം വരും. നിലവിലിപ്പോൾ MG റോഡിലെ ഗതാഗതം കുരുക്ക് പൂർണ്ണമായും ഒഴിവായി വാഹനങ്ങൾ പഴയപടി ഓടി തുടങ്ങിയിട്ടുണ്ട്. ശരി. തൃശൂരിലെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ യുവാവ് ബസ് കയറി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. തൃശൂർ MG റോഡിലെ അപകട സ്ഥലത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് സംഭവ സ്ഥലത്തു നിന്നും മാറ്റിയത്. നിലവിൽ പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.